ഇന്നിപ്പോൾ തൃശ്ശൂർ പൂരം നടത്തണോ വേണ്ടയോ എന്നുള്ളതിനെ ചൊല്ലിയുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ കൊഴുക്കുന്നത്. അപ്പോൾ പാറമേക്കാവും തിരുവാമ്പാടിയും ചേർന്ന് പൂരം നടത്താൻ തീരുമാനിച്ചു. വെടിക്കെട്ട് ഒഴിവാക്കി ബാക്കി എല്ലാ ചടങ്ങുകളോടും കൂടി പൂരം നടത്താനായിട്ടുള്ള തീരുമാനം വന്നിട്ടുണ്ട്. ഇപ്പം പൂരം വേണോ വേണ്ടയോ എന്താണ് വിശാന്റൻ്റെ ഒരു അഭിപ്രായം? പൂരം ശരിക്കും നമ്മൾ ഒരു മാനുഷിക പരിഗണന വെച്ച് നോക്കിയാൽ പൂരം ഇക്കുറി ചടങ്ങുകളിൽ മാത്രമാക്കി ഒതുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ പൂരത്തിന് വേണ്ടി നടത്തിയ തയ്യാറെടുപ്പുകൾ, ഈ വെടിക്കെട്ട് മാത്രമല്ലല്ലോ പൂരത്തിൻ്റെ തയ്യാറെടുപ്പ്, ബാക്കി ആനച്ചമയത്തിൻ്റെ പ്രദർശനമുണ്ട്, കുടമാറ്റമുണ്ട്, ഇലഞ്ഞിത്തറമേളമുണ്ട്, പിന്നെ ഈ പൂരം ലക്ഷ്യമിട്ട് വിദേശങ്ങളിൽ നിന്നടക്കം ഒരുപാട് ആൾക്കാർ ഈ പൂരം കാണാനായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഈ പൂരത്തിൻ്റെ ഒരുപാട് ആകർഷണങ്ങളിൽ ഒരു ആകർഷണം മാത്രമാണ് ഈ വെടിക്കെട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ആ വെടിക്കെട്ട് പുര മുണ്ടത്തിക്കോട് തീ പിടിച്ച് വെടിക്കെട്ട് പുരയിൽ അപകടം ഉണ്ടായി 14 പേര് മരിച്ചു. വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഈ പൂരത്തിൻ്റെ ഇത്രയും മുന്നൊരുക്കങ്ങൾ ചെയ്തതിന് ശേഷം ഈ പൂരം നടക്കാതെ പോവുക എന്ന് പറയുന്നതിലുള്ള ഒരു എന്താ പറയുന്നത്, അതിന് ആ ഒരു അഭംഗി എന്നേ നമുക്കതിന് പറയാൻ പറ്റില്ല. പക്ഷേ കാത്തിരിപ്പിന്റെ ഇത്ര ഒരു ദുരന്തം ഉണ്ടായിട്ട് നമ്മൾ ഇനി പൂരം നടന്നേന്ന് വാശി പിടിക്കുന്നത് ഒരു തരം ഒരു ക്രൂരത എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഇത്രയും പേരുടെ മനുഷ്യജീവൻ അവിടെ ഒരു വിലയില്ലാതെ കൊടുക്കുക. അങ്ങനെയെങ്കിൽ പൂരത്തിനൊക്കെ പിന്നെ പൂരം എന്ന് പറയുന്നത് നമ്മൾ ഇതൊരു വിശ്വാസം എന്നതിനേക്കാൾ ഉപരി അതൊരു ഒത്തുചേരൽ, ഒരു എന്താണ് ആ ഒരു നാടിൻ്റെ ഒരു ഭംഗി, ഒരു നാടിൻ്റെ ഭംഗിയെന്ന് കൂടി വേണേൽ പറയുന്നത് ഒരു ഒത്തുചേരലിൻ്റെ അനുഭവമാണ് ഈ പൂരം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ മനുഷ്യരെ സംബന്ധിച്ച് മറ്റേതിൽ നിന്ന് ഒരു വിവേകപൂർവ്വമായിട്ട് കാര്യങ്ങളെ ചിന്തിക്കുക എന്നുള്ളതാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഇത്ര ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ പൂരം നടന്നേ പറ്റൂ എന്ന് വാശി പിടിക്കുന്നത് ശരിക്കും ഈ പറയുന്ന ഒരു വിവേകമില്ലായ്മയുടെ ഉദാഹരണമല്ലേ? എന്താണെന്നറിയാം, നമ്മളിപ്പോൾ ഈ ആചാരങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്. ആചാരങ്ങളെന്ന് പറയുന്നത് ഏറെ നാളായിട്ട് പിന്തുടർന്നു വന്ന കാര്യങ്ങളാണ്. ഒരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുപോലെ പൂരമുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങളായി, അതായത് എനിക്ക് തോന്നുന്ന ഒരു 100 വർഷം മുമ്പെങ്കിലും ആയിട്ട് തുടർന്നു വന്ന ഒരു കാര്യങ്ങളാണ്. ഈ ആഘോഷങ്ങളെന്ന് പറയുന്നത് ഓരോ തവണയും ഓരോ രീതിയിൽ അറ്റാച്ച് ചെയ്യപ്പെടുന്നവയാണ്. നമുക്കറിയാം, പണ്ടൊക്കെ ക്ഷേത്രങ്ങളിൽ നമുക്കറിയാം, മധ്യ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ കെട്ടുകാഴ്ച എന്ന് പറയുന്ന ഒരു പരിപാടി അതിപ്പോഴും ഉണ്ട്. പണ്ടത്തെ കെട്ടുകാഴ്ച അല്ല ഇപ്പോഴത്തെ കെട്ടുകാഴ്ച. പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെയാണ്, ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണമായിട്ട് പറയാം, ഞാൻ മെഴുവേലി ആണ് നമ്മുടെ നാട്. ആ മെഴുവേലി ആനന്ദഭൂതേശ്വരൻ ക്ഷേത്രത്തിൽ കെട്ടുകാഴ്ച നടക്കും. അപ്പോൾ ഈ കെട്ടുകാഴ്ച നടക്കുമ്പോൾ പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ 1-2 കാളകളെ കെട്ടും. ഒരു സ്ഥലത്ത് വെച്ച് ഓരോ കരകൾ കൊച്ചു കാളകളെ കെട്ടും. അത് ഒന്നുകിൽ പൊക്കിയെടുത്തുകൊണ്ട് വരും, കയ്യിൽ താങ്ങി പൊക്കിയെടുത്തുകൊണ്ട് വരും. ഇനി അതല്ലെങ്കിൽ ഉന്തുവണ്ടിയിൽ കൊണ്ടുവരും. ഈ ഉന്തുവണ്ടിയിൽ കൊണ്ടുവരുന്നതാണ് കൂടുതലും, കാരണം ഒരുമാതിരി സാമാന്യം വലിപ്പമുള്ള കാളകളാണ്. അത് ഒറ്റക്കാളയുണ്ട്, ഇരട്ടക്കാളയുണ്ട്. ഈ കാളയെ കൊണ്ടുവരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ക്ഷേത്രം ശിവക്ഷേത്രമാണ്, അതിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഈ ക്ഷേത്രത്തിന് വലം വെച്ച് കളിപ്പിച്ച് ഈ കെട്ടുകാഴ്ച ഈ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഫ്ലോട്ടുകളും വരും, പ്രച്ഛന്ന വേഷങ്ങളും വരും. ഇത്രയുമായിരുന്നു പണ്ടുള്ളൊരു കെട്ടുകാഴ്ച. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ഇപ്പോഴത്തെ ഒരു കെട്ടുകാഴ്ച എന്ന് പറഞ്ഞാൽ ആ ഉത്സവപ്പറമ്പിൽ തന്നെ വെച്ച് കെട്ടുകയാണ് ഒരു വലിയ കാളയെ. ആ ഒരു കെട്ട് കാളയെ ഇറക്കുന്നതിൻ്റെ ചിലവ് ഒരു 10 ലക്ഷത്തിനും 14 ലക്ഷത്തിനും ഇടയ്ക്ക് വരും. പണ്ടൊരു കാള ഇറക്കുന്ന സമയത്ത് അടുത്ത വീടുകളിൽ ചെന്ന് 10-20 രൂപ വെച്ച് പിരിച്ചൊരു കാള ഇറക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു, ഇത് ഭയങ്കര മാറ്റ് കൂട്ടി. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പൂരത്തിൻ്റെയും ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ ഈ ഉത്സവ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വന്നു ചേർന്നിട്ടുള്ള, കാലാകാലങ്ങളിൽ വന്നു ചേർന്നിട്ടുള്ള ഒരു ചടങ്ങാണ് ഈ വെടിക്കെട്ടെന്ന് പറയുന്നത്. ഈ വെടിക്കെട്ട് ഒരു നിർബന്ധമേ അല്ല. അത് ശരിയാണ്. കാരണം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് കാലത്ത് എന്തായിരുന്നു സാഹചര്യം? കോവിഡ് കാലത്ത് ഇതുപോലുള്ള കൂടിച്ചേരലുകളില്ല, ഉത്സവങ്ങളും വെടിക്കെട്ടുകളും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ. അത് വെടിക്കെട്ട് മാത്രമല്ല മാറ്റി വെക്കേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ വെടിക്കെട്ടും എഴുന്നള്ളത്തും, ആന എഴുന്നള്ളത്തും മാറ്റി വയ്ക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് രണ്ടും അപകടമാണ്. പണ്ടത്തെ പോലെയല്ല, ഇപ്പം ജനം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ഇപ്പം ഏത് പരിപാടിക്കാണെങ്കിലും ജനം കൂടുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റാമ്പീഡിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം ശബരിമലയാണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും അധികം ഭയക്കുന്നത് എന്താ? ഒരു സ്റ്റാമ്പേഡാണ് ഭയക്കുന്നത്. അവിടെ 2 ദുരന്തങ്ങൾ ശബരിമലയെ അഭിമുഖീകരിച്ചു കഴിഞ്ഞു. ഒന്ന് മകരവിളക്കിനും, 2 മകരവിളക്കിനാണ് ഉണ്ടായത്. ഒന്ന് പുല്ലുമേട്ടിലും, ഒന്ന് നമ്മുടെ ഇവിടെ പമ്പയിലും. അങ്ങനെ ശബരിമല ഇറങ്ങി വരുന്ന വഴിക്ക് ഹിൽ ടോപ്പിൽ. അപ്പോൾ ഈ 2 അപകടങ്ങളിലായിട്ട് 200-250 പേരോളം കൊല്ലപ്പെട്ടു. അപകടങ്ങളെല്ലായിടത്തും ഉണ്ട്. ഇപ്പം നമുക്ക് പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം, ഈ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം നടക്കുന്നതിന് മുമ്പ് തന്നെ കൊല്ലം ജില്ലയിൽ
പെരുവിരുത്തി മലനടയുണ്ട്, പോരുവഴി. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, ഞാനൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ പോരുവഴിയിൽ വെടിക്കെട്ട് നടന്നത്. പോരുവഴിയിൽ അപകടം നടന്നപ്പോൾ ഞങ്ങളുടെ നാട് ഏറ്റവും അധികം ഭയന്നത്. കാരണം ഞങ്ങളുടെ നാട്ടിൽ 2 ബസ് നിറയെ ആൾക്കാർ ഈ പോരുവഴിയിൽ ദുര്യോധന ക്ഷേത്രമാണ്, അതാണ് ദുര്യോധനൻ ക്ഷേത്രമുള്ള സ്ഥലമാണ് പോരു. അവിടെ വലിയ വെടിക്കെട്ട് അപകടം നടന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് 2 വണ്ടിയിൽ നിറയെ ആൾക്കാർ പോയിട്ട് എല്ലാവരും വന്ന് 2 പേരെ കാണാനില്ല. നാട്ടിലുള്ളവരെല്ലാം ഓടുകയാണ്. അപ്പോൾ ഇവർ തിരിച്ചു വരുന്നില്ല. അപ്പം അന്ന് ഫോണ് ഇതൊന്നും ഇല്ലല്ലോ. ഇവർ പോയത് പോയി, എങ്ങനെ തിരിച്ചു വരുമെന്നുള്ളത് തിരിച്ചു വന്നാലേ അറിയത്തുള്ളൂ. അപ്പോൾ ഇവരെ ആരെയും കാണാനില്ല. അപ്പം നമ്മുടെ നാട്ടുകാർ മൊത്തം ഭയന്നു. കുറേ ആൾക്കാർ ഇവിടുന്ന് വണ്ടി പിടിച്ച് പോരുവഴിക്ക് പോയി. അന്നും ഇതുപോലെ 35 പേര് 40 പേരോളമാണെന്ന് തോന്നുന്നു മരിച്ചത്. എൻ്റെ ഓർമ്മ ശരിയാണ്. ഏതായാലും 20നും 30നും ഇടയ്ക്ക് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചെന്നപ്പോൾ എന്താണ്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയ 2 പേര് ഇവരൊന്നും അറിയാതെ ഒരു തെങ്ങിൻ്റെ മൂട്ടി കിടന്ന് ഉറങ്ങുക. അവരാ വെടിക്കെട്ട് നടന്നതോ അത്രയും പേര് മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഈ അപകടങ്ങൾ പണ്ടേ ഉണ്ട്. പക്ഷേ ഇപ്പോഴും ഇവിടെ എല്ലാം വെടിക്കെട്ട് വീണ്ടും പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പുറ്റിങ്ങൽ നമുക്കറിയാം ഭയങ്കര ദുരന്തമായിരുന്നു പുറ്റിങ്ങൽ, അല്ലേ? പുറ്റിങ്ങലെ കെട്ടിടം പൊട്ടിത്തെറിച്ചാണ് അത് വലിയ ദുരന്തം. 150ഓളം പേരാണ് അന്ന് മരിച്ചത്, 350 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ കാലത്തിനൊപ്പിച്ച് അറ്റാച്ച് ചെയ്തവയാണ് ഇത്തരം ആഘോഷങ്ങൾ. ഈ പണ്ടൊക്കെ ഈ വെടിക്കെട്ടെന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞ അളവിലുള്ളതായിരുന്നു. ഇപ്പോഴും നമുക്കറിയാം പടക്കങ്ങൾ ഇപ്പോൾ പിന്നെ വളരെ കോമൺ, അല്ലേ? കണ്ടിട്ടില്ലേ പടക്കങ്ങൾ? എന്തുകൊണ്ടാണെന്ന് ചൈനീസ് പടക്കങ്ങളാണ്. ഈ പടക്കങ്ങളിൽ അപകടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപകടമുണ്ട്. എന്നാൽ തീർത്തും അപകടരഹിതമാണെന്ന് നമുക്കത് പറയാൻ പറ്റില്ല. അപകടരഹിതമാണ് എന്ന് പറഞ്ഞാൽ ഇത് ഗുണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അപകടം തന്നെ ഉണ്ടാക്കുന്ന സാധനം. ഗുണ്ടൊക്കെ എപ്പോഴാലും ഗുണ്ടിൻ്റെ ആ സ്ഫോടന ശേഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൈ വേണേൽ തകർത്ത് കളയാവുന്ന തരത്തിലുള്ള സ്ഫോടന ശേഷി. പിന്നെ കൂടുതൽ ഈയിടെ ഒരു കുട്ടി മരിച്ചു, പടക്കം എന്തോ പറ്റി, സ്റ്റീൽ പാത്രത്തിനകത്ത് ഗുണ്ട് വെച്ച് പൊട്ടിച്ചു, തുളഞ്ഞു കയറിയാണ് മരിച്ചത്. നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആചാരങ്ങൾ അതുപോലെ നടക്കുന്നതിനകത്ത് പ്രശ്നമില്ല. പക്ഷേ പിന്നീട് ഇതിൻ്റെ ഭാഗമായിട്ട് അറ്റാച്ച് ചെയ്യപ്പെട്ട ഈ ആനകൾ, ഒരാനയെന്ന് പറയുമ്പം ഓരോ കരക്കാരും 1ഉം 2ഉം ആനകളെ വീതം കൊണ്ടുവരാൻ തുടങ്ങി. നിലവിലെ കാലാവസ്ഥ നമുക്കറിയാം, മനുഷ്യന് പോലും താങ്ങാൻ കഴിയാത്ത കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥയിൽ ഈ സാധു ജീവികളെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അത് എത്ര മെരുക്കപ്പെട്ടവനാണെങ്കിലും ശരി, അത് അതിൻ്റെ ഒരു വന്യഗുണം കാണിക്കും. ഈ വന്യമൃഗങ്ങൾക്കെല്ലാം നമ്മൾ എത്ര മെരുക്കിയാലും ഇതൊന്നും നമ്മളോട് മെരുങ്ങില്ല. അതിനൊരു വന്യഗുണമുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു തനതായ ഒരു സ്വഭാവമുണ്ട്, ഒരു ജന്മവാസനയുണ്ട്. അത് അടങ്ങി അവിടെ കിടന്നിട്ടാണ് ഇത് നമ്മളെ അനുസരിക്കും. പക്ഷെ അതിനും ഉണ്ടല്ലോ, നമുക്കും വരുന്ന പോലെ കോപങ്ങൾ വരുന്ന പോലെ അതിനും വരാം. ഇതിൽ നമ്മൾ ഈ ഒരു വിഷയം പറയുമ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും ഒന്നും ഇത് ഉൾക്കൊള്ളാൻ അത്ര താല്പര്യം തോന്നാത്തൊരു കാര്യമാകാം. അപ്പം പലരും പറയുന്നൊരു കാര്യം, ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇങ്ങനെയായിരുന്നു, ഞങ്ങളുടെ പാരമ്പര്യം ഇങ്ങനെയാണ്, ഞങ്ങൾ പണ്ട് തൊട്ടേ വന്ന് ശീലിച്ച ആ ശീലം ഇങ്ങനെയാണ്, ആ ശീലങ്ങളെ മാറ്റാനാണ് പലർക്കും ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഈ പലരും എതിർക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഈ ശീലങ്ങൾ തന്നെ ഇത്. അപ്പം ഇതിൽ നിന്ന് മാറി ചിന്തിക്കണമെങ്കിൽ ഒന്നെങ്കിൽ നിയമത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു കർക്കശമായ എന്തൊരു നടപടി വേണം. എങ്കിൽ മാത്രമേ അതിനനുസരിച്ച് ഇവർ ഈ പറയുന്ന ഒരു രീതിയിൽ അവർ ഒരു മാറ്റം സ്വയമേ ഉൾക്കൊള്ളാൻ അവർ തയ്യാറാവുള്ളൂ. അതിനൊരു ഉദാഹരണമാണ് ഈ പറഞ്ഞ കോവിഡിൻ്റെ കാര്യം. അന്ന് നമ്മുടെ സാഹചര്യം ഇങ്ങനെയാണ്, അത് ഇന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, അതല്ലാതെ മറ്റൊരു വഴി ഇല്ലായിരുന്നു. അപ്പോൾ ഇതേപോലെ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായാൽ ഒരുപക്ഷെ അവരും ഈ പറയുന്ന പഴയ വാദത്തെ ഉറച്ചു നിൽക്കുന്നവരും ഒരുപക്ഷെ മാറാൻ ഒരു സാധ്യതയുണ്ടാകാം. അപ്പോൾ ജസ്റ്റ് അത് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ സർക്കാർ ഏറ്റവും വലിയ ശക്തമായൊരു നിയമം പാസ്സാക്കിയിരിക്കുന്നത്, ഒരു ഓർഡർ ഇട്ടിരിക്കുന്നത് ശബ്ദ മലിനീകരണത്തിനെതിരെയാണ്. അതായത് ഉച്ചഭാഷിണികൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണത്തിന്. ആ ഉച്ചഭാഷികളുടെ നിയന്ത്രണത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മളത് അറിയില്ല, നമുക്കറിയില്ല. നമുക്കാകെ ഉച്ചഭാഷിണികൾ നിയന്ത്രിച്ചു എന്നേ അറിയത്തുള്ളൂ. 10 മണിക്ക് ശേഷം ഉച്ചഭാഷിണികൾ നിർത്തിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതതിന് ശേഷം പാടില്ല എന്നുള്ളത്. പക്ഷേ എലക്ഷന് ഈ ഉച്ചഭാഷിണി നമ്മുടെ വാഹനങ്ങളിൽ കെട്ടി വെച്ചുകൊണ്ട് പോകുന്നതും കുറ്റകരമാണ്. അതിന് ഉപയോഗിക്കുന്ന ഈ വാഹനങ്ങളിൽ കൊണ്ട് ബോക്സ് വെച്ച് കെട്ടിക്കൊണ്ട് കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ പോകുന്ന സംഭവം ഉണ്ടല്ലോ, ഈ കൊട്ടിക്കലാശത്തിനുമൊക്കെ. അതൊരിക്കലും അനുവദനീയമല്ല. ഇതിപ്പം നമ്മളിപ്പം ഒരു മൈക്ക് പ്രവർത്തിപ്പിക്കാൻ നമ്മൾ പോലീസ് സാങ്ഷൻ എടുക്കണം, പോലീസ് സ്റ്റേഷൻ, അതായത് DYSPക്കാണ് സാങ്ഷൻ തരാനുള്ള അനുമതി അവിടെയുള്ളൂ. അങ്ങനെ ഒരു അനുമതി കൊടുക്കാൻ, അത്ര ഇതായിട്ട് കൊടുക്കാൻ പോലും ഇപ്പോൾ സാധിക്കില്ല. ആ നിയമം സർക്കാർ കർശനമാക്കി നടപ്പാക്കിയാൽ നമ്മുടെ നാട്ടിൽ ആരാധനാലയങ്ങളിലൊന്നും മൈക്ക് സെറ്റ് പ്രവർത്തിക്കില്ല. പക്ഷേ അത് കർശനമായി നടപ്പാക്കിയേ പറ്റൂ.
അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ പടിപടിയായി നടപ്പിലാക്കി വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 10 മണിക്ക് ശേഷമുള്ള ഇത് എന്ന് പറഞ്ഞതുപോലെ ഈ ആനയും വെടിക്കെട്ടും ഈ ക്ഷേത്ര ഉത്സവങ്ങളിൽ പള്ളിപ്പെരുന്നാളിലും ഇതിന് ചുവട് പിടിച്ച് പള്ളിപ്പെരുന്നാളുകളിലും വരുന്നുണ്ട് ഇല്ലേ? അതിന് വേറൊരു പേരാണ് പറയുന്നത്, വേറൊരു പേരല്ലേ പറയുന്നത്, ആകാശ ദീപക്കാഴ്ച എന്ന് പറയും. നമ്മുടെയൊക്കെ നാടുകളിൽ വെടിക്കെട്ടിന് പറയുന്ന പേര് ആകാശ ദീപക്കാഴ്ച. പക്ഷെ എനിക്ക് തോന്നുന്നു അത് അപകടരഹിതമായി നടത്തുന്ന സ്ഥലങ്ങളുണ്ട്. പള്ളിപ്പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ആള് കൂടുന്നത് ഈ ഉത്സവങ്ങൾ രണ്ടും ആള് കൂടുന്നതിന്റെ സ്വഭാവം രണ്ടും. ക്ഷേത്ര ഉത്സവങ്ങളിൽ അത്ര ആളുകൾ പള്ളിപ്പെരുന്നാളിന് കൂടാറില്ല, അത്രയില്ല. അതുകൊണ്ട് ഒരു പക്ഷെ ഈ പറയുന്ന പോലെ എന്ന് കരുതി അതും അപകടം ഒട്ടുമില്ലാത്തൊരു സന്ദർഭമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതേപോലെ ഒരു തീപ്പൊരി വീണാൽ മതി, സൂക്ഷിച്ചിട്ട് എല്ലാം പൊട്ടിത്തെറിച്ച് അവിടെയും അതൊരു ദുരന്തമായി മാറാൻ അവിടെയും താമസമൊന്നുമില്ല. മുമ്പേ പറഞ്ഞ കെട്ടുകാഴ്ചയുടെ ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെയൊക്കെ ഈ നാട്ടിൻപുറങ്ങളിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ്, ഈ ഉത്സവങ്ങളിൽ ഈ എഴുന്നള്ളത്തൊക്കെ പോകുമ്പം വലിയ വലിയ ബോക്സുകൾ ലൈറ്റും വെച്ച് പോകുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ ഉണ്ട്. ഒരുപക്ഷെ ഇത് ചിലപ്പോൾ ഇത് കുറെ കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു ഭാഗം ഈ പൂരത്തിന് നമ്മൾ ഓരോ ചില കാര്യങ്ങൾ ആന വേണം ഇത് വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന പോലെ കുറച്ച് നാള് കഴിയുമ്പം ഇത് ഉണ്ടെങ്കിലേ ഈ ഉത്സവം കംപ്ലീറ്റ് ആകൂ എന്നുള്ള രീതിയിൽ അത് വരും. അതിനോട് അറ്റാച്ച് ചെയ്യപ്പെടും. അതാണ് ഞാൻ പറഞ്ഞത്, തുടങ്ങി വെക്കുന്ന ഒരു ഭംഗിക്ക് പണ്ടൊക്കെ ആള് കൂടാൻ വേണ്ടി ഇച്ചിരി ആഡംബരം എന്നുള്ള നിലയിലാണെങ്കിൽ ആന എഴുന്നള്ളത്തും ഈ ചെണ്ടമേളവും ഈ പറയുന്ന വെടിക്കെട്ടുകളും ഒക്കെ വന്നിരുന്നത് ആൾക്കാരെ ഒന്ന് ആകർഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഈ ഉത്സവം തീരുന്നു എന്ന് അറിയിച്ചുകൊണ്ടാണ് ഈ വെടിക്കെട്ടുകൾ നടക്കുന്നത്. അത് പിന്നീട് ഇത് എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ഇത് വ്യാപിക്കാൻ തുടങ്ങി. കതിന വെച്ച് നിറച്ച് വെടിവെക്കുന്നത് എല്ലായിടത്തേക്കും വ്യാപിക്കാൻ. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ശബരിമലയിലും ഉണ്ട് ഈ പരിപാടി, കതിന വെടിവെക്കുന്ന പരിപാടി. പക്ഷേ അത് നിലവിൽ നിർത്തിവെച്ചിരിക്കുകയല്ലേ? അത് ഇടയ്ക്ക് പൊട്ടിത്തെറിച്ചതിന് ശേഷമാണ് അത് നിർത്തിവെച്ചത്. ഒരു അപകടം ഉണ്ടായി, 2 പേര് മരിച്ചല്ലോ ശബരിമലയിൽ. അപ്പോൾ സന്നിധാനത്തായിരുന്നു തോന്നുന്നു. അപ്പോൾ അത് ശരിക്കും ശബരിമല എന്ന് പറയുന്നത് കാനന ക്ഷേത്രമാണ്. നമുക്ക് ആ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ വനം വകുപ്പിൻ്റെ അനുമതിയുണ്ട്, അത്യാവശ്യം നിർമ്മാണത്തിൽ. ശരിക്കും വന്യമൃഗങ്ങളെ ഏറ്റവും കൂടുതൽ പ്രശ്നമാണ് ഈ വെടി എന്ന് പറയുന്ന സാധനം. അവിടെയാണ് ഈ വലിയ വെടി വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം നമ്മൾ തൃശ്ശൂർ പൂരത്തിലേക്ക് വരുമ്പോൾ ശരിക്കും ഈ പൂരം മാനുഷിക പരിഗണന വെച്ച് നടത്തരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഇത് നമ്മൾ തൃശ്ശൂരിൽ നിന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആനപ്രേമികളുടെ നടുവിൽ നിന്നുള്ളത് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരും, അല്ലെങ്കിൽ അവരിൽ നിന്ന് വിരൂക്ഷ വിമർശനം നമ്മൾ. അവിടെയാണ് നമ്മൾ മുമ്പേ പറഞ്ഞ പോയിന്റ്. സർക്കാർ ഇതിന് നിയമനിർമ്മാണം കൊണ്ടുവരേണ്ടിയിരിക്കും. അതായത് വെടിക്കെട്ടുകൾ നിരോധിക്കണം, അല്ലെങ്കിൽ ചെറിയ തോതിലുള്ളതായിരിക്കും. ഇത്രയും വലിയ ഹ്യൂജ് ഇപ്പം തന്നെ ആർക്കും അറിയില്ല എത്ര കരിമരുന്ന് അവിടെ ഉണ്ടായിരുന്നു, എത്ര ഉണ്ടായിരുന്നു ആർക്കെങ്കിലും അറിയാമോ? ഇപ്പോഴതിന്റെ കണക്ക് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. തീർന്നത് കൊണ്ട് അതിന്റെ കണക്കെടുപ്പ് എത്രത്തോളം. അപ്പോൾ ഈ പാറമേക്കാവ് തിരുവാമ്പാടി ദേവസ്വം ആൾക്കാർ പറയുന്നത് ഞങ്ങൾക്ക് അവരുടെ മരണത്തിൽ ദുഃഖമുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് നടത്തിയേ കഴിയും. അവിടെ നമ്മൾ ശരിക്കും ഒരു മനുഷ്യത്വരഹിതമായ മുഖങ്ങളാണ് നമുക്ക്. അതെ, തീർച്ചയായിട്ടും അതൊരു മാനവീയതയ്ക്ക് പോലും എതിരാണ് ഈ പൂരം ഇപ്പോൾ കൊണ്ട് നടത്തുക എന്നുള്ളത്. പക്ഷെ അവർ പറയുന്നത് അവരുടെ മുന്നൊരുക്കങ്ങളെ ബാധിക്കും. അങ്ങനെ മുന്നൊരുക്കങ്ങളെ ഇതാണ് കോവിഡ് സമയത്ത് സംഭവിച്ചത്. അന്നേരം ആചാരം മാത്രമാക്കി വെച്ചുകൊണ്ടാണ് അത് നടത്തിയത്. ഇനി മാത്രമല്ല, ഈ കാലാവസ്ഥയിൽ ഈ ആനയൊക്കെ എഴുന്നള്ളിക്കുന്നത് വലിയ റിസ്ക്കാണ്. ആനയെ എഴുന്നള്ളിക്കുന്ന നമുക്കറിയാം, ആനയുടെയൊക്കെ കൂടെ ഇപ്പം ക്ഷേത്രോത്സവങ്ങളിൽ ആന എഴുന്നള്ളിക്കുന്നു, ചുറ്റിനും തീവട്ടിയും പിടിച്ചാൽ പോകുന്നത്. ഈ പ്രകൃതിയിലുള്ള ചൂടിന് പുറമെ ഇത്രയും ചൂട് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തവണ പേരിന് മാത്രം ആചാരക്രമങ്ങൾ മാത്രം പാലിച്ച് ഒരു പൂരം നടത്തുകയാണ് വേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഇത് വലിയ ആഘോഷത്തോടു കൂടി വെടിക്കെട്ട് ഒഴിവാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് പൂരത്തിൻ്റെ ആഘോഷങ്ങൾക്ക് മാറ്റ് കുറയുന്നില്ല, ആൾക്കൂട്ടത്തിനും മാറ്റ് കുറയുന്നില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ വെടിക്കെട്ടും ഇങ്ങനത്തെ ആഘോഷങ്ങളും നമ്മളൊരു വിചാരണ ഇവിടെ മാത്രമല്ല, പുറം രാജ്യങ്ങളിലും സ്പെയിനും ഒക്കെ ആണെങ്കിലും വെടിക്കെട്ടിൽ ഇതുപോലെ കമ്പം കയറിയ ആൾക്കാരൊക്കെ അവിടെങ്ങളും ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട്. അപ്പം അത്തരം വെടിക്കെട്ട് പ്രേമികളായിട്ടുള്ള നാട്ടിൽ പോലും ഈ പറയുന്ന പോലെ ഡിജിറ്റലിയും അങ്ങനെ ആ ഡിജിറ്റൽ രീതിയിലേക്ക് ഷോയാണ് ഇപ്പോൾ കൂടുതൽ അങ്ങനെ അപകടരഹിതമായി മാറുന്നതിലേക്ക് അവർ വരെ ചിന്തിച്ചു തുടങ്ങി. അപ്പം ഇനിയും മാറാതെ നിൽക്കുന്നത് ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും തൃശ്ശൂർ പൂരം ഇത്തവണ ആചാരങ്ങളോടുകൂടി മാത്രം പേരിന് മാത്രം നടത്തി മുന്നോട്ട് പോകുന്നതാണ് ആ മരിച്ചുപോയ മനുഷ്യർക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല അന്ത്യാഞ്ജലി.